ഈ റൂം ആരെ ഉപയോഗിക്കണേ? അതെ, അവിടെ സാധനം ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമസ്കാരം കേട്ടോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പുല്ലഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഞാനൊരു ബെഡ്റൂമിലാണ് നിൽക്കുന്നത് വീട്ടിൽ. ഇവിടെ വീടിൻ്റെ അകത്തേക്ക് ഈ റൂമിൽ തന്നെയാണോ കൊണ്ടേ, അതോ അവിടെ നിന്ന് കയറി വരുന്നു? അവിടെ നിന്ന് ഇങ്ങോട്ട്. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു. ഇവിടെ കുറച്ച് പെട്ടികൾ, 2 പെട്ടികൾ അവിടെ ഉണ്ടായിരുന്നു, അത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കട്ടിലും ഒരു അലമാരി മാത്രമേ ഉള്ളൂ. വേറെ അധികം സാധനങ്ങളൊന്നും ഇവിടെ കാണാനില്ല. നമുക്ക് നോക്കാം, മിക്കവാറും അലമാരിയുടെ പുറകിലോ അല്ലെങ്കിൽ അവിടെ ഒരു കിട്ട് പേപ്പർ ഇരിക്കുന്നുണ്ടെന്നല്ല പറഞ്ഞേ, അപ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റെസ്ക്യൂലേക്ക് കിടക്കാം. ഓക്കെ, ആ ടോർച്ച് തന്നെ. ആ പായലിൽ ഔട്ട് പറഞ്ഞു അല്ലേ? പായലില്ല കേട്ടോ, എന്നാ പായണോട്ടോ. ഓണല്ലേ? അപ്പോൾ സംഭവം നമ്മൾ ഈ ഒരു സംഭവം ചെറിയ ബെഡ്റൂമാണ്. നമുക്ക് ആകപ്പാടെ നോക്കാണ്ടായിരുന്നു. കട്ടിലിൻ്റെ അടിയിലും അവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. പുറത്തുള്ള പെട്ടി ഇതൊക്കെ നോക്കി. അലമാരി ചെരിച്ചിട്ട് അലമാരിയുടെ കാല് 2 കാലിലും നോക്കി. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുകളൊന്നുമില്ല, ക്ലോസ്ഡ് ആണ്. ബാക്കിൽ ചെറിയൊരു വിണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം കണ്ടതുകൊണ്ട് നമ്മൾ തുറന്ന് അലമാരിയുടെ ഉൾവശം താഴത്തെ റാക്ക് നോക്കി. അപ്പോൾ പാമ്പിനെ എവിടെയും കാണുന്നില്ല. അപ്പോൾ സംഭവം ഇതുപോലെ ബെഡ്റൂമിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ വീടിനകത്ത് വന്നിട്ടുള്ള കേസുകൾ ഒരുപാടുണ്ട്. നമുക്ക് കിട്ടാത്ത കേസുകളുണ്ട്. നമ്മൾ കിട്ടുന്ന കേസുകൾ മാത്രമല്ല നമ്മൾ വീഡിയോ ഇടുന്നത്, കിട്ടാത്ത കേസുകളും നമ്മൾ ഇതുപോലെ വീഡിയോ ഇടണം. കാരണം പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ ഇത്രയും എന്താ പറയുക മാർബിൾ ചെയ്ത അല്ലെങ്കിൽ ടൈൽസ് ഒട്ടിച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു വീടിനകത്ത് എങ്ങനെ പാമ്പ് വരുന്നു എന്നുള്ളത്. അലക്ഷ്യമായിട്ട് വാരി തുറന്നെടുക്കുകയോ അല്ലെങ്കിൽ ജനലൊക്കെ തുറന്ന് കിടക്കുകയാണെങ്കിൽ അതിന് ഉള്ളിൽ കൂടെ പാമ്പ് എപ്പോഴോ ഒന്ന് കയറാം. പിന്നീടായിരിക്കാം ഒരു കണ്ടിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു പക്ഷേ ബാക്കിൽ അടുക്കള തുറന്നിട്ടുണ്ടെങ്കിൽ അതുവഴിക്ക് കയറാം. അപ്പോൾ ഇവിടെ നമ്മൾ സിറ്റുവേഷൻ കണ്ടിട്ടുള്ളത്, ബാക്കി ഈ പാമ്പിനെ ഇവർ ഇങ്ങോട്ട് കടന്ന് കണ്ടതിന് ശേഷം ഇവിടെ എല്ലാവരും നിൽക്കണ്ടായിരുന്നു. പാമ്പ് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് ഇവർക്ക് 100% ഉറപ്പാണ്. പിന്നെയുള്ള സാധ്യത എന്ന് പറയുന്നത്, ഒന്ന് എൻ്റെ കൂടെ വരും, ഈ ഒരു ബാത്റൂം ഇങ്ങനെ ക്ലോസ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ അടിയിലേക്ക് ഒരു ചെറിയൊരു വിടവുണ്ട്. ആ വിടവ് നമുക്ക് വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കണം. അത് നേരെ തുറന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് കടന്നാൽ അവിടെ ഡ്രെയിനേജിൻ്റെ പിറ്റ് മറ്റേ ഓപ്പണിംഗ് ഉണ്ട്, വെള്ളം പോകുന്ന വഴിയുണ്ട്. അതിൽ നേരെ കടന്നു കഴിഞ്ഞാൽ നേരെ ഡ്രെയിനേജ് പിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 80%, 100% എന്ന് പറയാം. കാരണം ഇനി വേറെ എവിടെ നോക്കാനുള്ള സ്ഥലമില്ല. അതിനുള്ളിലേക്ക് അധികം വലിപ്പം ചെറിയ പാമ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. എന്തായാലും ഇന്നത്തെ റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നടന്നില്ല. നമുക്ക് പാമ്പിനെ കിട്ടിയില്ല. പാമ്പ് തനിയെ എസ്കേപ്പായി പോവുകയുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. വീണ്ടും അടുത്ത വീട്ടിൽ കാണാം. ഇറ്റ്സ് മീ ജോജു, സൈനിങ് ഓഫ്.